ലീല ടിപ്സ് ആൻഡ് ലോക്സിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതെന്നാ സാധനം എല്ലാം കൊണ്ടോ ഓണം വന്നോണം. ഓണാണോ വന്നേ? അത് കൊള്ളാലോ. ഓണം ചാക്കിനകത്ത് ഇതെന്നാ നിങ്ങളുടെ സംഘത്തിന്റെ ആയിരുന്നു? ഞങ്ങളുടെ ഓണക്കിറ്റ് കിട്ടിയതാണിത്. ഇത് SNDP-യില് കൂട്ടാർ SNDP-യുടെ വനിതാ സംഘത്തിന്റെ വക ഓണക്കിറ്റില് ചേർന്ന. നമ്മൾ ചേർന്നിട്ട് 1 വർഷമായി. 50 തവണ 51 തവണ 100 രൂപ വെച്ച് നമ്മൾ അടയ്ക്കും. അപ്പൊ 51 തവണ കഴിയുമ്പോഴത്തേനും ഓണമാകും. അപ്പൊ നമുക്ക് ഓണം കൂടാനുള്ള എല്ലാ സാധനങ്ങളും കിട്ടും. അത് കൊള്ളാം. ഇനി കടയിൽ പോകണ്ട സാധനം മേടിക്കാൻ. ഏതായാലും ഈ പ്രാവശ്യത്തെ ഓണം ഇനി പച്ചക്കറി ഓണക്കോടി മാത്രം മതി. അത് രണ്ടും ഇല്ല ഈ പ്രാവശ്യം. ആദ്യത്തെ ഇല്ലെങ്കിലും കുഴപ്പമില്ല, രണ്ടാമത്തെ വേണം. അത് കൊള്ളാം. 1 ചാക്കരി 50 കിലോയുടെ 1 ചാക്കരി. പിന്നെ ബാക്കി എല്ലാ സാധനങ്ങളും. പിന്നെ എന്നൊക്കെ കിട്ടിയേക്കുന്നത് സാധനം വായിച്ചോ കുഞ്ഞി? വായിച്ചോ. അവന് മലയാളം വായിച്ചേ. ഉപ്പ്, അരി, വെളിച്ചെണ്ണ, പാമോയില്, പഞ്ചസാര, മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞപ്പൊടി, സാമ്പാർ പൊടി, അച്ചാർ പൊടി, മീറ്റ് മസാല, എഗ് മസാല, വമ്പയർ, പരിപ്പ്, ഉഴുന്ന്, കടല, അരിപ്പൊടി, പപ്പടം, തേയില, കടുക്, ജീരകം, കായ, ഉലുവ, ദാഹമുക്തി, പായസം മിക്സ്, അവല്, ശർക്കര, നല്ലെണ്ണ, തേങ്ങ, മുളക് പൊടി, ഉരുളക്കിഴങ്ങ്, സവാള, ഉള്ളി, വെളുത്തുള്ളി, സോപ്പ്, ഡിഷ് വാഷ് ബാർ, സോപ്പ് പൊടി, ഉജാല, ഡോക്ടർ വാഷ് സോപ്പ്, ഡോക്ടർ കെയർ ഫ്ലോർ ക്ലീനർ, ഡോക്ടർ കെയർ ടോയ്ലറ്റ് ക്ലീനർ, പാത്രം കഴുകുന്ന ചകിരി, സ്ക്രബർ, പാത്രം കഴുകുന്ന ചകിരി. അത് തന്നെ. ഇത് മലയാളത്തിൽ എഴുതിയേക്കുന്ന വായിക്കത്തില്ലേ? ലാസ്റ്റത്തേത് പിന്നെ കടലമിഠായി. മൊത്തം എടുത്ത് നോക്കി. എന്നാ സാധനം ഉണ്ടെന്ന് ഇത് നമുക്കേ 42 അരി കൂട്ടിയില്ലേ? അരി കൂടെ കൂട്ടി 42. 5100 രൂപ ഒരുമിച്ചല്ലല്ലോ, നമ്മള് 100 രൂപ വെച്ച് 100 രൂപ വെച്ച് ആഴ്ച അടച്ചാൽ മതി. അത് ശരിയാ, നല്ല പരിപാടിയല്ലേ. അപ്പൊ ഇന്നത്തെ നമ്മുടെ പണിയാ കേട്ടോ ഇത്രയും. ശർക്കര വരട്ടി, ചക്ക വറുത്തതും. ചക്കയാണ് നമുക്ക് നല്ല പണി തരുന്ന സാധനം. ഇന്ന് എത്ര ചക്ക കൊണ്ടുവന്നത്? ചക്ക 5 അങ്ങാണ്ട് കൊണ്ടുവന്നു. പക്ഷെ 3 നല്ലതുള്ളായിരുന്നു. ബാക്കി 2 വലിയ ചക്ക എല്ലാം അഴുക്കായിരുന്നു. അതെന്നാന്നോ അങ്ങനെ വരുന്നത്? ഈ കാറ്റായതുകൊണ്ടേ ഈ ചക്ക കിടന്ന് ഈ മരത്തേൽ ഇങ്ങനെ ഇടിച്ചിടിച്ച് അതും കേടാകും കുറെ. അതെല്ലാം കളഞ്ഞത് കാരണം ഇന്ന് നല്ല ചക്ക പറഞ്ഞ 3 ഉണ്ടായിരുന്നില്ലേ? 3 ഉള്ളായിരുന്നു നല്ലത്. ഉണ്ടായിരുന്നൊക്കെ ഞങ്ങൾ വറുത്ത് വെച്ചിട്ടുണ്ട്. ചക്കയുടെ സീസൺ കഴിഞ്ഞു, അതുകൊണ്ട് ഇനി ചക്ക കിട്ടാൻ സാധ്യതയില്ല. അപ്പൊ ഇതിപ്പോ നാളെ പാക്കായി പോകും. നേരത്തെ ഓർഡർ തന്നത് ഇവർക്കുള്ളതേ ഉള്ളൂ ചക്ക വറുത്തത്. തികയുമെന്ന് അറിയത്തില്ല, തൂക്കി നോക്കിയാലേ അറിയത്തുള്ളൂ. പിന്നെ ഇപ്പൊ നമുക്കുള്ളതെന്ന് പറഞ്ഞ ഏത്തക്ക വറുത്തതും ശർക്കര വരട്ടി. പിന്നെ ഈ ഓണത്തിന്റെ ആ ഒരു തിരക്ക് കഴിയുമ്പോൾ നമുക്ക് ചമ്മന്തിപ്പൊടി, പിന്നെ എന്നതാ ചമ്മന്തിപ്പൊടിയും കപ്പ വറുത്തതോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ കൂടെ നോക്കാം. ഏതായാലും തുടങ്ങി കിട്ടിയത് കൊണ്ട് ഇനി നമുക്കിത് മുമ്പോട്ട് കൊണ്ടുപോകാന്നുള്ള പ്രതീക്ഷയിലാണ്. പിന്നെ അടുത്തായിട്ട് എന്നതാ, സമയം ഉണ്ടെങ്കിൽ അതിന് മുമ്പ് നോക്കാം ചമ്മന്തിപ്പൊടിയൊക്കെ അല്ലേ. ഏലക്കായും കുരുമുളകും എന്തായാലും അത് പിന്നെ നമുക്ക് പണിയില്ലല്ലോ, അതുകൊണ്ട് പണി ഉണ്ടായിരുന്നെങ്കിലും സാരമില്ല, ചക്കയൊന്നും കിട്ടാനില്ലാത്തോണ്ടാ. പിന്നെ ഏത്തക്ക വറക്കുവോ ചിപ്സ് ശർക്കര വരട്ടിയൊക്കെ ഉണ്ടാക്കാം. അതിന് കടയിൽ നിന്ന് മേടിച്ചാൽ മതിയല്ലോ കൊല. ഏത്തക്കൊല മേടിച്ചാൽ മതി. ഈ വർഷം നമുക്ക് നേരത്തെ ഓണം കഴിയുമ്പോൾ തന്നെ എവിടെയെങ്കിലും കുറച്ച് ഏത്തവാഴയൊക്കെ നട്ടു വെക്കണം. ഏത്തവാഴ റോബസ്റ്റൊക്കെ നട്ടു വെക്കണം. അപ്പം നമുക്ക് അടുത്ത വർഷം ആകുമ്പോഴത്തേനും നമ്മുടെ സ്വന്തം കൊല വെട്ടി നമുക്ക് ചിപ്സൊക്കെ ഉണ്ടാക്കാം അല്ലേ? എങ്ങനെയുണ്ട്? കൊള്ളാം. എന്താണ് അഭിപ്രായം? കൊള്ളാം, നല്ലതാ. എന്നതാ ശർക്കര വരട്ടി അത് മാത്രം കുഞ്ഞിക്ക് കൊള്ളാം, അല്ലാതെ ഇവിടെ ഇരിക്കുന്ന ഒരു സാധനം കുഞ്ഞിക്ക് വേണ്ട. 25-30 ആക്കാന്നാ പറഞ്ഞേ. അത് നേരത്തെ ഇവിടെ ശർക്കര വരട്ടി ഉണ്ടാക്കി വെച്ചാൽ അവനാ കൂടുതൽ തിന്നുന്നത്. അത് മാത്രം മതി, വേറെ ഒരു സാധനം തിന്നത്തില്ല. ഇത് ചക്ക വറുത്താന്ന് തൊട്ട് പോലും നോക്കിയില്ല. ഇതെല്ലാം മടുത്ത് ചക്ക വറുക്കി ചക്ക എരിഞ്ഞു. അതെ, ഈ ഇരിപ്പല്ലേ, അതാ നമ്മൾ നടന്നോണ്ട് ചെയ്യുന്നതല്ല, ഇരുന്നിരുന്ന് മടുക്കും. ഞാനാണെങ്കിൽ
ഞാനാണെ അടുപ്പൊക്കെ തന്നെയായിരുന്നു. നാളെ അല്ലേ അച്ചാച്ച? അല്ലെ അച്ചാച്ചൻ, ഞാൻ ഇന്ന് രാവിലെ പറഞ്ഞ 10 മണി കഴിഞ്ഞ ഇപ്പൊ അടുപ്പൊക്കെ കേറുന്ന. ഇവിടുത്തെ കാലാവസ്ഥ ആയതുകൊണ്ട് വലിയ ആദ്യം ശർക്കര വരട്ടി ഉണ്ടാക്കി, അത് കഴിഞ്ഞപ്പോ കുറച്ച് ചക്ക പാമോയിലിനകത്ത് വറുത്തു. തണുപ്പായോണ്ട് പാമോയിലിനകത്ത് കുറച്ച് വറുത്തുള്ളൂ, പിന്നെ മുഴുവൻ വെളിച്ചെണ്ണയിലല്ലേ വറുത്തത്. ഈ വിളിച്ചു ചോദിക്കുന്നവർക്കെല്ലാം വെളിച്ചെണ്ണ മതി. അതുകൊണ്ട് വെളിച്ചെണ്ണക്കകത്ത് തന്നെ അങ്ങ് വറുത്തു. അടുപ്പിന്റെ ചോട്ടി ഇരിക്കാൻ പറ്റത്തില്ല. ഇവിടെ ഇനിയിപ്പോ ഇവിടെയും ചൂട് കൂടും, കാരണം ചുറ്റിൽ നിന്ന് മരം മുഴുവൻ വെട്ടിക്കളഞ്ഞു. തടിവെട്ടുകാർ ഇന്നായപ്പോഴത്തെ നാളെ 2-3 മരം കൂടെ ഉള്ളു, ബാക്കി മുഴുവൻ വെട്ടി. അന്നേരം നല്ല വെയിലായി ഇപ്പൊ. എന്തുവാ കുഞ്ഞി കുറച്ച് പറയാൻ തുടങ്ങിട്ടെ. ഏതായാലും നല്ല നീ ഇതെല്ലാം ഒന്ന് പാക്ക് ചെയ്യുന്നപ്പോഴാ? ഇത് സാറാമ്മ നിന്ന കപ്പ മുഴുവൻ പറിച്ചു തന്നു കേട്ടോ. ഇനി നിപ്പുണ്ട്. എന്നെ മുമ്പേ വിളിച്ചായിരുന്നു. വിളിച്ചിട്ട് എന്നെ പറഞ്ഞു വാ കപ്പ പറിച്ചു വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അവിടെ ചെന്നപ്പോ ഒരു 10 കിലോ കപ്പ. ദൈവമേ, ഇത് ഒത്തിരി ഉണ്ട് കേട്ടോ. അടിപൊളി കപ്പയായിരുന്നു. അത് എന്നോട് പറഞ്ഞു എന്നാ കൊണ്ടുപോയി വേവിച്ചോളാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഈ 10 കിലോ കപ്പയൊന്നും വേണ്ടെന്ന് പറഞ്ഞു. അത് എന്നാ പിന്നെ കുറെ വറക്കാൻ പറഞ്ഞു. അങ്ങനെ 10 കിലോ എടുത്ത് തന്നു വിട്ടായിരുന്നു. രാവിലെ പോലെ എന്നെ കിടന്ന് വിളിക്കുന്ന അങ്ങോട്ടിയല്ലേ കപ്പ എടുത്ത് വെച്ചിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം കൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഒരാഴ്ച അല്ലായിരുന്നു വിധിക്കാൻ. 10 കിലോ ഉള്ളോ? ഒരു കാര്യം ചെയ്താലോ, കുറച്ച് കപ്പ അങ്ങ് പുഴുങ്ങിയാൽ വൈകുന്നേരത്തേക്ക്. ഒരു കിഴങ്ങ് കണ്ടിച്ചു നോക്കാം. ബാക്കി നാളെ നമുക്ക് ഒരു കാര്യം ചെയ്യും, നിങ്ങൾ ഇത് തൂക്കി പാക്ക് ചെയ്യും. കപ്പയ്ക്ക് എന്നാ കറി? കാന്താരി. ശരിയാ, കാന്താരി ഇരിപ്പുണ്ട്. കുഞ്ഞി എനിക്ക് ഉരുളക്കിഴങ്ങ് പുഴുങ്ങി തരാനാണോ? അല്ലല്ല, എനിക്ക് കപ്പ വേണ്ട, ഞാൻ ചപ്പാത്തിയും കിഴങ്ങ് കറിയോ. കപ്പ വെക്കുന്ന കാര്യം പറഞ്ഞപ്പോഴേ കുഞ്ഞ് ഓടി വന്ന് കിഴങ്ങ് പെറുക്കിയേ. കുഞ്ഞിക്ക് ചപ്പാത്തി മതി, ചപ്പാത്തിക്ക് കിഴങ്ങ് കറി മതി. ചപ്പാത്തി ഇരിപ്പുണ്ട്, കിഴങ്ങ് കറി ഉണ്ടാക്കിയാൽ മതി. കൈ കളയല്ലേ, കത്തിക്ക് നല്ല മൂർച്ചയാ. ഞാൻ വെച്ചേക്കാം, നീ പോയി അച്ചാട് കൊടുത്ത് പാക്ക് ചെയ്യാൻ കുടിക്കോ? അതും പോവാം, ഞാൻ തന്നെ ഉണ്ടാക്കാം. ഞാൻ തന്നെ എന്റെ ടേസ്റ്റ്. ആയിക്കോട്ടെ. എങ്ങനെ വെക്കാനാ? അത് നമ്മൾ പറഞ്ഞു തരണം. അത് തിരിച്ചു കണ്ടിക്കേ. ഞാൻ കണ്ടിച്ചു തരാം, എനിക്കത് കണ്ടിട്ട് പേടിയാന്നു. കണ്ടിട്ടല്ലേ എനിക്കും പേടിയാവുന്നുണ്ട്. ഇതിലേക്കാണോ മുറിയുന്നത്? മതി മതി മതി, അത് മുറിച്ചെടുക്കണ്ട. കുറച്ച് വെള്ളം ഒഴിക്ക്. പോപ്പിയുടെ ഡ്യൂട്ടിയാണ് പാക്കിങ്. കുഞ്ഞ് കിഴങ്ങ് കറി ഉണ്ടാക്കുക. കപ്പയെന്ന് കേട്ടപ്പോഴേ കുഞ്ഞ് ചപ്പാത്തിയും കിഴങ്ങ് കറിയും ഉണ്ടാക്കാൻ പോയി. ചപ്പാത്തി ഇരിപ്പുണ്ട്, അപ്പം പിന്നെ കിഴങ്ങ് കറിയും കൂടെ വെക്കാന്ന്. അച്ചാച്ചനും അമ്മയും കൂടെ ക്ഷീണിച്ചിരിക്കുകയാണ്. അവർ ഇന്നത്തെ പണിയെല്ലാം കഴിഞ്ഞിട്ട് മടുത്തിന്ന്. ഇന്നാ ഇച്ചിരി നേരത്തെ പണി തീർന്നേ. ഇന്നല്ല ഇന്നായി കുഞ്ഞി കിഴങ്ങ് കറി. സവോളയും പച്ചമുളകും എല്ലാം വഴറ്റിയിട്ട് മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് കിഴങ്ങെല്ലാം എന്തത് ഉടച്ചെടുത്ത് അതെല്ലാം ഇട്ട് കൊടുക്കണം. മുട്ട തീർന്നു പോയത് കൊണ്ടാണോ കിഴങ്ങ് കറിയിലോട്ട് മാറിയത്? എന്നാലും കിഴങ്ങ് കറി ഒരെണ്ണം വെച്ച് ഞാൻ ചപ്പാത്തി ഇല്ലത്തില്ലോ. തോന്നാണ് കിഴങ്ങ് കറിയും കൂടെ ആക്കിയത്. പെട്ടെന്ന് നോക്കിയപ്പോ മനസ്സിൽ വന്നത് കിഴങ്ങ് കറി ഉണ്ടാക്കിയ ചപ്പാത്തിക്ക് കൊള്ളായിരിക്കും തോന്നുന്നു. 2 കപ്പ് വെള്ളം ഒഴിക്കാനാണോ 2 കപ്പ് വെള്ളം എടുത്ത് വെച്ചേക്കുന്നേ? ഒന്നോ എന്തൊരു ബുദ്ധിയാണോ. കപ്പ വെക്കണം, കുഞ്ഞി പുഴുങ്ങുമായിരുന്നു. ഗ്രേവി ടൈപ്പ് ഒഴിച്ചോ, കുഴഞ്ഞിരുന്നാ മതി. ഇല്ല, അത് ഇളക്കി കഴിയുമ്പോ കറക്റ്റ് ആവും. പിന്നല്ല നമ്മളോടാ കളിയല്ലേ. പെട്ടെന്ന് കുറച്ചുകൂടെ ഈ തവി വെച്ച് ഉടച്ചു കൊടുക്കാനുണ്ട്. ആണോ? എന്നാലും ഒരു ഗ്രേവി ടൈപ്പ് ആവത്തുള്ളൂ. കഷ്ണമാക്കി കിടക്കും. കഴിക്കാൻ നേരം. അതെ, ചപ്പാത്തിക്ക് നല്ല കിഴങ്ങ് കറി. ഇപ്പൊ ഇനി ഞാൻ കപ്പ വെച്ച എന്റെ കപ്പ ആർക്കെങ്കിലും വേണോ? കുഞ്ഞിയുടെ ചപ്പാത്തിയും കിഴങ്ങ് കറിയും മതിയായിരിക്കുമോ?
നമുക്ക് നോക്കാം. എല്ലാരും നല്ലപോലെ മടുത്തു കേട്ടോ. ആ നല്ല പണിയില്ലായിരുന്നു അല്ലേ? അതെ അതെ. ഇത് കുഞ്ഞിയുടെ സ്പെഷ്യൽ കഴിച്ചു നോക്കൂ, കൂട്ടിയാണ് കേട്ടോ നമ്മളെ സാപ്പാട്. കഴിച്ചു നോക്കൂ. കുഞ്ഞിയുടെ കിഴങ്ങറി എങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞേ. കുഞ്ഞിയുടെ കിഴങ്ങറി നല്ല അടിപൊളി സൂപ്പറാ. ആ ഒരു തൃപ്തി ഇല്ലല്ലോ പറച്ചില്. പാക്കിംഗ് നല്ല അടിപൊളിയാണ്. നല്ല ഇനിയും പാക്ക് ചെയ്യണം കേട്ടോ. അച്ചമ്മച്ചി എന്തേ? അച്ചമ്മച്ചി വേണ്ടേ? അച്ചമ്മച്ചി വാ 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 കഴിക്കൂ കഴിക്കൂ കഴിക്കൂ. എന്നിട്ട് വേണം കുഞ്ഞിക്ക് ഇനിയും പാക്ക് ചെയ്യാനായിട്ട്. ചേട്ടാച്ചൻ്റെ കൂടെ പോകണ്ട. ആ ആ ഇനി എന്നാ അച്ചമ്മച്ചിക്ക് വിളമ്പി തരാതെ? വിളമ്പി തരാത്ത അച്ചമ്മച്ചിക്ക് എന്നാ വേണ്ടെന്നറിയാത്തോണ്ട്. എന്നാ എനിക്ക് രണ്ട് കഷ്ണം കപ്പ കിട്ടിയാലും മതി. ആ എന്നാ കപ്പ എടുക്കാം. ചപ്പാത്തി ഇതുള്ളോ? കാന്താരി ഇരിപ്പുണ്ട് കേട്ടോ. അല്ല ഇനിയുണ്ട്. എനിക്ക് ഒരു ദിവസം കപ്പ തന്നെ. കാന്താരി കണ്ടില്ലായിരുന്നേ. ഇവിടെ കാന്താരി കണ്ടാ പിന്നെ കാന്താരി ചപ്പാത്തിയുടെ കൂടെ ആണെങ്കിൽ നല്ല സാധനം കേട്ടോ. ആഹാ. ചാത്തനി ചപ്പാത്തി വേണം. അച്ചാത്തിന് ഒരു ചോറും വേണ്ട, വേറൊന്നും വേണ്ട. ഒന്നും വേണ്ട. ഇച്ചിരി എനിക്ക് ചോറുണ്ടല്ലേ? എങ്ങനെയാലും വീട്ടിൽ പോയാൽ മതി എന്നല്ലേ? നിങ്ങളാരും ചപ്പാത്തിയുടെ കൂടെ കാന്താരി കഴിച്ചിട്ടുണ്ടോ? ഞങ്ങൾ കഴിച്ചു കഴിക്കല. കാന്താരി എല്ലാ സാധനത്തിൻ്റെ കൂടെ ആഡ് ചെയ്യും. ഞാൻ തമാശല്ല. അതെ അതെ. ബിരിയാണിയും കാന്താരി. അപ്പം കുഞ്ഞിയുടെ ചപ്പാത്തിയും കിഴങ്ങറിയും എല്ലാം അടിപൊളിയാണ് കേട്ടോ. അച്ചയുടെ കിഴങ്ങറി പോലെയാണോ കുഞ്ഞിയുടെ കിഴങ്ങറി? കുഞ്ഞി ആണോ കുഞ്ഞി? ഞാൻ കഴിച്ചില്ലല്ലോ. ആ നീ കഴിച്ചില്ലേ? ഞാൻ കഴിച്ചില്ല. എന്നാ പിന്നെ ഇരുന്ന് കഴിച്ചാൽ ഞാൻ ചുട്ടു തരാം. അല്ല കഴിച്ചോ കഴിച്ചോ, ഞാൻ നിന്നോളാം. എങ്ങനെയുണ്ട് പോപ്പി കുഞ്ഞിയുടെ കറി? പിന്നെ അടിപൊളി സാധനമല്ലേ? എന്റെ കുഞ്ഞി ഇന്ന് മഴ പെയ്യൂടാ. ചേട്ടാച്ചൻ നല്ലതാന്ന് പറഞ്ഞെങ്കിൽ പിന്നെ തീർന്നല്ലേ? മഴയല്ല, രാത്രി വെയിൽ വരും. എന്നാ സൂര്യ ഉദിക്കുമെന്ന് പറഞ്ഞാലും മതി. അതെ അതെ. അപ്പം പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.